സൗദിയിലെ വ്യാപാരികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സോഫ്റ്റ്വെയർ, അത് പ്രവർത്തിക്കുന്നതാകട്ടെ മലയാളികളുടെ മേൽനോട്ടത്തിലും. പറഞ്ഞു വരുന്നത് ഫുജിഷ്കയെ കുറിച്ചാണ്. ഫുജിഷ്ക ERP സോഫ്റ്റ്വെയറിന് നിരവധി പ്രത്യേകതകളുണ്ട്. നമുക്ക് നെറ്റ് ഇല്ലാതെ ഉള്ള അവസരങ്ങളിലും ഇൻവോയ്സ് നടക്കും. അതുപോലെ വാൻ സെയിലിംഗിൽ നമുക്കത് ഉപയോഗിക്കാം. ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്ന് തന്നെ എല്ലാ പ്രവൃത്തികളും ചെക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നെറ്റ്വർക്കിലാണ് ഈ ഫുജിഷ്ക ERP പ്രവർത്തിക്കുന്നത്. ഫുജിഷ്കയുടെ മാർക്കറ്റിംഗ് മാനേജർ ബഷീർ നല്ലാടൻ എന്നോടൊപ്പമുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബഷീറിനോട് ചോദിക്കാം. 13 വർഷത്തോളമായിട്ട് ഫുജിഷ്ക ഈ മേഖലയിലുണ്ട്. നെറ്റില്ലാതെ ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് ഒരുപാട് പ്രത്യേകതകളൊരു സോഫ്റ്റ്വെയർ ആണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഫുജിഷ്കയ്ക്കുള്ളത്? എന്തൊക്കെ സർവീസാണ് നമ്മൾ ഈ നമ്മുടെ ഉപഭോക്താക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുജിഷ്ക ERP ഒരു ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഈ കൗണ്ടർ സൈസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവോയ്സിങ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു POS ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അത് നമ്മുടെ ഫുജിഷ്ക ERPയുമായി ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് നെറ്റ് ഉണ്ടെങ്കിലും നെറ്റില്ലാത്ത സമയത്തോ ആ ഒരു POS ആപ്ലിക്കേഷൻ വഴി ഇൻവോയ്സിങ് ചെയ്യാം. എന്നിട്ട് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഡാറ്റ ഓട്ടോമാറ്റിക് സിങ്ക് ചെയ്ത് ഡൗൺലോഡ് എത്തുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്റർനെറ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാൻ സെയിൽസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്ന എല്ലാ റൂട്ടിലും ഇന്റർനെറ്റ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അവർക്ക് ചെയ്തു കൊടുക്കും. അത് അവർ മൊബൈലിലോ അതല്ലെങ്കിൽ ടാബിലോ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അവർ നെറ്റുള്ള ഏരിയയിൽ വരുമ്പോൾ അവർ നെറ്റ് അവൈലബിൾ ആയ സമയത്ത് ജസ്റ്റ് ഒരു സിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മളെ ബാക്ക് ഓഫീസിലോട്ട് അതായത് ക്ലൗഡിലോട്ട് എത്തുന്ന സിസ്റ്റമാണ് നമ്മൾ വാൻ സെയിൽസിൽ ആരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സൊല്യൂഷൻ കൊടുക്കുന്നത്. ഞാനൊരു വ്യാപാര സ്ഥാപനത്തിന് ഓണറാണെന്ന് സങ്കല്പിക്കുക. എനിക്ക് ഈ ഫുജിഷ്ക ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന പ്രയോജനം ഒരു ഓണർ എന്ന നിലയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മറ്റു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ഡേറ്റ് റിപ്പോർട്ട് അവരുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് അറിയാൻ പറ്റുക എന്നുള്ളത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അവർ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അവർ എവിടെ നിന്നും അവർക്ക് റിപ്പോർട്ട് അറിയാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയറിൽ മൾട്ടി ബ്രാൻഡ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഒന്നിലധികം സ്ഥാപനങ്ങളിലെ ഓണറെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് വൺ ക്ലിക്കിൽ തന്നെ അവിടെ മുമ്പിൽ കിട്ടുകയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കറക്റ്റായിട്ട് ഓണർക്ക് അതാത് സമയത്ത് അറിയാൻ പറ്റുന്നതുകൊണ്ട് അതാത് സമയത്ത് യഥാർത്ഥ ഡിസിഷൻ എടുക്കാൻ ഇത് ഓണർ വളരെയധികം യൂസ്ഫുൾ ആയിട്ട്. സൗദിയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻവോയ്സിംഗ് അത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടപ്പാക്കാൻ കഴിയും. ഫുജിഷ്ക ERP ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവോയ്സിംഗ് വളരെ അനായാസമായതുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സോഫ്റ്റ്വെയറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെ എന്തൊക്കെ പ്രധാന ഫീച്ചേഴ്സ് ആണ് ഈ ഫുജിഷ്ക ERP മൊഡ്യൂളിൽ വരുന്നത്? സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ്, അക്കൗണ്ട്സ് മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അതുപോലെ വാൻ സെയിൽസ്, പിന്നെ സെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം, മൾട്ടി ബ്രാൻഡ് സപ്പോർട്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം തുടങ്ങിയ മൊഡ്യൂളുകൾ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്.